ഇപ്പം നയൻതാര ഉണ്ടല്ലോ, നയൻതാര ഹൈലി പെയ്ഡാണ്. അവരുടെ സിനിമകൾക്ക് അത്രയും തിരിച്ച് റവന്യൂ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അത് സിനിമയിലെ കാര്യമല്ല, ഹൈലി പേ ചെയ്യപ്പെടുന്ന റിട്ടേൺസ് വരുന്ന എല്ലാത്തരം വസ്തുക്കൾക്കും എല്ലാത്തരം മനുഷ്യരും അങ്ങനെ തന്നെ ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. എന്താ പറയുക, അതിലിപ്പം ഇതൊക്കെ ശരിയായ നല്ലതായിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നും. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ പൈസ കിട്ടിയാലേ എന്താ നല്ലതെന്ന് തോന്നത്തില്ലേ? ഇപ്പം എനിക്ക് തോന്നാറുണ്ട്. ഒരു സംവിധായകന് നിർമ്മാതാവിന് കിട്ടുന്നതിൻ്റെ അടുത്തെങ്കിലും ഒരു ലാഭമായാൽ കിട്ടണ്ടേ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അത് എല്ലാ സിനിമയിലും അങ്ങനെ സംഭവിക്കണം എന്നില്ല. ഇപ്പോൾ എഴുത്തുകാരും ഒക്കെ ആണെങ്കിലും എല്ലാവരും ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് വലിയൊരു സ്ട്രഗിളിങ്ങിൻ്റെയും കൂടെ ഒരു ഏരിയയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കാതൽ കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു, ഞാനൊരു സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പക്ഷേ ജീവിക്കണം, മുമ്പോട്ട് പോകണം. അപ്പോൾ അഭിനയിക്കുന്നുള്ളത് കൊണ്ടൊക്കെ സിനിമയുടെ ചുറ്റുവട്ടത്ത് തന്നെ നിന്ന് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഓരോരോ എന്താ പറയുക, ഓരോരോ ഭാഗ്യങ്ങളാണ്. ഇതില്ലാത്ത എത്ര മനുഷ്യരുണ്ട്. നമ്മളിപ്പോൾ ആദ്യത്തെ സിനിമ സക്സസ് ആയവും അല്ലാത്തവരൊക്കെ ആയിട്ട് എത്ര മനുഷ്യരുണ്ടെന്ന് ആലോചിച്ചു. സിനിമ എടുത്ത് നോക്കിയാൽ അതുപോലെ എത്രയോ എല്ലാവരും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. ഈ ചായ ഉണ്ടാക്കി തരുന്ന ആൾക്ക് കിട്ടുന്ന സാലറി അല്ല നിങ്ങളുടെ സാലറി. സിനിമയിൽ പ്രധാന നടന് കിട്ടുന്ന സാലറി അല്ല അയാൾ സൂപ്പർ താരമാണെങ്കിൽ സംവിധാനം കിട്ടുന്നത്. എല്ലായിടത്തും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലേ, ഹൈലി പെയ്ഡാണ്. അദ്ദേഹത്തേക്ക് കൂടുതൽ ഫിസിക്കൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവിടെ ഉണ്ടാവുമായിരിക്കും. അവർക്ക് അത്രയും പേ ചെയ്യപ്പെടുന്നില്ല. ഇതിന് സിനിമ വെച്ചിട്ട് ഇതിനെ അസസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എല്ലാ വർക്ക് സ്പേസിലും അങ്ങനെയാണ്. എല്ലാവർക്കും ഒരേപോലെ കൂലി കിട്ടുന്ന ഒരു പരിപാടിയൊക്കെയാണ് നല്ലതെന്ന് നമുക്ക് തോന്നും അല്ലേ? ഇപ്പോൾ നമ്മളെല്ലാവരോടും ഭയങ്കര സ്വപ്നം കാണണം, ഹൈറ്റ്സിലോട്ട് എത്തണം എന്നൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ ഓരോ പരിപാടിക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. പക്ഷേ അത് തന്നെയാണ് തോന്നുന്നത് ഇതിൻ്റെ ഒരു അപകടവും. നമ്മൾ ഈ ഹൈറ്റ്സിലേക്ക് എത്തുന്നത് എന്തോ വലിയൊരു സംഭവമാണ്. നിങ്ങൾ ഹൈറ്റ്സിലേക്ക് എത്തി അല്ലേ? ഇപ്പം എന്നെ പരിപാടിക്ക് വിളിക്കാൻ വന്ന ഒരു ഡ്രൈവറുണ്ട് അല്ലേ? ആ വണ്ടി കേടായാൽ നന്നാക്കേണ്ട വർക്ക്ഷോപ്പിലെ തൊഴിലാളികളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഏത് ഹൈറ്റ്സിൽ വെച്ചിട്ടാണ് അളക്കുക? അങ്ങനെയുള്ള മനുഷ്യർ നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് എത്ര പേ ചെയ്യണം അല്ലേ? എല്ലാവരും പൈലറ്റുമാരും എല്ലാവരും ഡോക്ടർമാരും എൻജിനീയർമാരും ആയി കഴിയുമ്പോൾ ഈ പൈലറ്റ് എയർപോർട്ടിൽ വന്നിട്ട് വീട്ടിൽ പോകുന്നത് എങ്ങനെ പോകും? ഒരു ടാക്സി ഓടിക്കാൻ ആരാ ഉണ്ടാവുക? ഈ ടാക്സി ഓടിക്കുന്നവനും പ്ലംബറും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന മനുഷ്യരുമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്താ ആരും പഠിപ്പിക്കാത്തത് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മറ്റേ ജോലിക്ക് കുറച്ചുകൂടെ കൂടുതൽ പൈസ കൊടുത്താൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ എല്ലാവരും ആലോചിക്കണം എന്നല്ല. അത് ഫുള്ളി ഒരു രാജ്യം തന്നെ റോങ് ആയി കിടക്കുകയാണ്. നമ്മുടെ രാജ്യം മാത്രമല്ല, ഭൂരിഭാഗം രാജ്യങ്ങളും ഈ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വല്ലാത്ത റോങ് ആണെന്ന് നമുക്ക് തോന്നും. അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ കാര്യം എനിക്ക് തോന്നാറുണ്ട്. അവരുടെയൊക്കെ സ്വപ്നങ്ങളപ്പോൾ എന്താണ് എങ്ങനെയാണ് സ്വപ്നങ്ങളെ അല്ലെങ്കിൽ സക്സസ്സിനെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ. എനിക്കത് മനസ്സിലാകുന്നില്ല. ഭൂരിഭാഗം സിനിമകളും സ്വന്തം ബാനർ അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു പ്രൊഡക്ഷൻ ഒക്കെ ആണല്ലോ ചെയ്തോണ്ടിരുന്നത്. കാതലെ അവസാന സിനിമ പക്ഷെ വേറൊരു സ്റ്റാർ പ്രൊഡക്ഷൻ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും. ഇനിയും മുന്നോട്ട് അത്തരം ഓരോ പ്രോജക്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാമെന്നാണോ? അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടേതായിട്ടുള്ള പ്രാരംഭ ആലോചനയും നമുക്കത് ഡിസൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ആലോചനയിലായിരുന്നു ഈ ആദ്യത്തെ സിനിമകളൊക്കെ. കിലോമീറ്റേഴ്സ് ഉൾപ്പെടെയുള്ള കിലോമീറ്റേഴ്സ് ഞാൻ പ്രൊഡ്യൂസറല്ല, അതുപോലും നമുക്ക് ആ സിനിമ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാമെന്നുള്ള ആലോചനയിലാണ് ചെയ്തത്. ഇപ്പോൾ എല്ലാ സിനിമകളും ഇപ്പോൾ കാതലിലോട്ട് വരുമ്പോഴും എന്താ പറയുക, നമുക്ക് മനസ്സമാധാനത്തോടെ ഈ പറഞ്ഞ പോലെ ഒരു നല്ല ജോലി അന്തരീക്ഷം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം മാത്രം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാ സ്ഥലത്തും ഉള്ള ഈ ഒരു ഇവിടെ മാത്രം ശരിയായിരിക്കണമെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പൊതുവേ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള വേറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും സിനിമ ചെയ്യണം തോന്നുന്ന തരം സൗഹൃദമാണ് ഉള്ളത്. അതുപോലെ തന്നെ സിനിമയിലേക്ക് ഒരു കണക്ഷൻ ഇല്ലാണ്ട് സിനിമയിലേക്ക് വന്ന സ്ത്രീപരമായ ടോപ്പിക്കും ആന്റി പാട്രിയാർക്കി ടോപ്പിക്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയെ ഇപ്പോൾ അടുത്ത സിനിമയെ ഇത്ര അടുത്തായി അറിഞ്ഞപ്പോൾ
ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങളും വിമൻ ആർ ട്രീറ്റഡ് അപ്പൊ ഒരു വെറുപ്പ് തോന്നുന്നുണ്ട് ഇൻഡസ്ട്രിയോട് ഒരു അല്ല ഇങ്ങനെ വല്ലതും? അല്ല, എനിക്ക് ഇൻഡസ്ട്രിയോടായിട്ട് മാത്രമായിട്ടൊരു വെറുപ്പില്ല. അങ്ങനെയുള്ള വെറുപ്പ് എനിക്ക് ഇവിടെയുള്ള എല്ലാ വീടുകളോടും ഉണ്ട്. ഇവിടെ എല്ലാ വീടിൻ്റെ അകങ്ങളോടും ഉണ്ട്, എല്ലാ പുരുഷന്മാരോടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ ജനിച്ച് കുറച്ച് കഴിയുമ്പം തീരുമാനിച്ചിട്ടല്ല ഞാൻ എന്നാൽ ഒരു പാട്രിയാർക്കിനെ ഫോളോ ചെയ്യുന്ന ഒരാളായേക്കാൻ ഇവിടുത്തെ ഒരു പുരുഷനാകുന്നത്. അങ്ങനെയല്ല. ഇവിടെ ഒരു സിസ്റ്റം അങ്ങനെ തന്നെയാണ്. ഇവിടെ ആണുങ്ങൾക്ക് മാത്രം വില കിട്ടുന്ന, ആണുങ്ങൾ മാത്രം ഡിസിഷൻ മേക്കേഴ്സ് ആകുന്ന വീടുകളാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനുള്ളത്. നമ്മളിനി തൊഴിൽ സ്ഥലത്തോട്ട് വന്നാലും അതങ്ങനെ തന്നെയാണ്. ഒരു സ്കൂളിൽ പോയാലും ഈ ഓഫീസിലാണെങ്കിലും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എല്ലാ ഓഫീസുകളും എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സിനിമയും അങ്ങനെ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നു, എല്ലായിടത്തും പവർ ഗ്രൂപ്പുണ്ട്. വീടിൻ്റെ അകത്ത് പവർ ഗ്രൂപ്പുണ്ട്. അതാണുങ്ങളാണ്, അല്ലെങ്കിൽ തങ്ങളെക്കാളും ശക്തിയില്ലാത്ത മനുഷ്യർ ഉള്ള എല്ലായിടത്തും പവർ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അത് സിനിമയിൽ, മലയാള സിനിമയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് വിളിച്ചു പറയാൻ ഉണ്ടായതും പെൺപിള്ളേരാണ്. അവർ പറഞ്ഞതുകൊണ്ട് ഇത്തരം കോലാഹലങ്ങളും ഇത്രയും കാലം വെയിറ്റ് ചെയ്തും ഈ റിപ്പോർട്ട് പുറത്തു വന്നു. അതിൻ്റെ ഭാഗമായിട്ട് സിനിമയിലെ വർക്ക് സ്പേസിൻ്റെ അന്തരീക്ഷം മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് മാറ്റം സിനിമയിൽ മാത്രമല്ല എല്ലാ വർക്ക് സ്പേസുകളിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് കാരണമായത് നമ്മുടെ മലയാള സിനിമയിലുള്ള പെൺപിള്ളേരാണ് എന്നത് കൃത്യമായിട്ട് ചരിത്രം ഓർത്തു വെക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു മലയാള സിനിമ വലിയ ചേണിങ്ങിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി, WCC, ഈ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണോ മലയാള സിനിമ? ടേണിംഗ് പോയിന്റ് ആവട്ടെ, അങ്ങനെ ആവണം. കാരണം ഇത്രയും എന്താ പറയുക, പലരും വളരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു സ്ത്രീകളെ ബാധിക്കുന്ന മാത്രം വിഷയവുമല്ല. അത് വർക്ക് സ്പേസിലുള്ള മനുഷ്യർ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കുറേ കൂടെ ബെറ്ററായിട്ട് വേണം എന്ന് നമുക്ക് തോന്നാറുണ്ട്. സിനിമയിലാണേലും എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ അതിനൊരു കാരണമാവട്ടെ ഇത്. ഇപ്പോൾ തന്നെ പലരും, പല സംഘടനകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന പോലെ കാര്യങ്ങളെ മാറ്റുന്നു, ഞങ്ങൾ ഇന്ന പോലെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇന്ന ശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. മാറ്റങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ, മാറ്റങ്ങൾ ഉണ്ടാവണം. അതിന് ടേണിംഗ് പോയിൻ്റ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ എൻ്റെ കാര്യം എടുത്താൽ, ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് സ്വാഭാവികമായി എനിക്ക് വന്നു ചേർന്നു. ഒരു ഫെമിനിസ്റ്റായിട്ട് സ്വാഭാവികമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ഞാൻ ജിയോ ബേബി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചെയ്യുമ്പോൾ എൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒറ്റ പെൺപിള്ളേരില്ല. അവിടുന്ന് കാതൽ ചെയ്യുമ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ പെൺപിള്ളേരുണ്ട്. അറ്റ്ലീസ്റ്റ് 5 പേരിൽ 2 പേര് പെൺപിള്ളേരാണ്. അത് നമ്മുടെ എന്താ പറയുക, നമുക്ക് സംഭവിക്കുന്നൊരു മാറ്റം കൂടാണത്. ആ മാറ്റത്തെ നമ്മുടെ ഡിസ്കഷനിൽ മാറ്റമുണ്ട്, നമ്മുടെ സീനുകൾ പ്രസൻറ്റ് ചെയ്യുന്നതിൽ മാറ്റമുണ്ട്. വുമൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടായി വരും. അത് ഈ പെൺപിള്ളേരും കൂടെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ അവരുടെ അഭിപ്രായത്തെ, എല്ലാ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെയും അഭിപ്രായം, എല്ലാ ക്രിയേറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളെ മാനിക്കുന്നത് പോലെ അവർക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത് കൃത്യമാണത്. എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആ കാര്യത്തിൽ അവർ പറയുന്നൊരു കാര്യം വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ കുഞ്ഞിലെയും അമൃതയും എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചാൽ അറിയാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ സീനും അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അതിനൊരു ഡിസ്കഷൻ സമയമൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ മാറ്റമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ പെൺപിള്ളേരില്ല എന്ന് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഫിലിം സെറ്റിലേക്ക് പോയാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്കിപ്പോൾ പെൺപിള്ളേരെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു 5 വർഷം മുന്നത്തെ പോലെയല്ല. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ പെൺപിള്ളേരുണ്ട്, ഡയറക്ഷനിലുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ എണ്ണം ഭയങ്കര കുറവാണ്. ഇപ്പോൾ നമുക്ക് എത്ര വുമൺ ഫിലിം മേക്കേഴ്സ് ഉണ്ട്? വളരെ കുറവാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ വനിതാ സംവിധായകർക്കുള്ള പ്രോജക്റ്റും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എത്ര വനിതാ സംവിധായകരുണ്ടായേനെ? ആരാണ് ഇവരെ വിടാതിരിക്കുന്നത്? അതുമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഒരു പെൺകൊച്ച് സിനിമയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതും ഒരു ആൺകുട്ടി സിനിമയിലേക്ക് പോകുന്നു എന്നും പറയുന്നത് ട്രീറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അപ്പം അതിനും കൂടെ ഒക്കെ മാറ്റം ഉണ്ടാവട്ടെ, മനുഷ്യരുടെ ചിന്താഗതിയിലൊക്കെ മാറ്റം ഉണ്ടാവട്ടെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ചില ഡയറക്ടേഴ്സ് പേഴ്സണലി പറയാറുണ്ട്, ഈ വിമനെ അസിസ്റ്റൻസ് ആയിട്ട് വെക്കുന്നതിൽ പേടിയാണ്. ഈ റിപ്പോർട്ട് വന്നത് അങ്ങനെയും കൂടി ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും, ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ പേടിക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല.
പേടിക്കല്ലേ, കുറച്ചുകൂടെ എൻവയോൺമെൻറ്റ് കുറച്ചുകൂടെ നന്നാവുമ്പോൾ അത് നല്ലതുപോലെ ചെയ്യുക. അതാ ഞാൻ ഈ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്, ഈ തുല്യത എന്ന് പറയുന്നത് നമുക്ക് ഭയം ഉണ്ടാക്കുന്ന കാര്യമായി പോയി അല്ലേ. എൻ്റെ സ്ഥാനം വേറൊരാൾ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇവിടെ വന്നാൽ അവരിതെല്ലാം കൂടെ കൊണ്ടുപോകും. അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഒരുമിച്ചുള്ളൊരു യാത്രയാണ് തുല്യത എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ആരും പേടിക്കുകയൊന്നും വേണ്ട എന്നാണ് ഒരു കാര്യമില്ല. അത് കുറേ കൂടെ ഭംഗിയായിട്ട് നമുക്കൊരു ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കുറെ പേര് വരുന്നു, കുറെ അലിഗേഷൻസ് ചെയ്യുന്നു, അത് മാധ്യമങ്ങളിൽ കുറെ പബ്ലിസിറ്റി കൊടുക്കുന്നു. എന്നിട്ട് ഈ ഇപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് 2-3 വീക്സിൽ കണ്ടതെന്ന് വെച്ചാൽ കുറെ അലിഗേഷൻസ് ഫോളോയിങ് അപ്പാർട്ട് അല്ലേ. അപ്പൊ ഇത് ആർക്കും എന്നും പറയാനുള്ള ഒരു വേദിയായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ശരിക്കും സംഭവിക്കേണ്ടത്, അതാണ് ശരിക്കും വേണ്ടത് നമുക്കിവിടെ. അതാണ് ഇത് ഈ ഫാൾസ് അലിഗേഷൻസ് എന്ന് പറയുമ്പോൾ അതാണ് വലിയ അപകടം ഉണ്ടാക്കുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള പരാതികളെ പോലും അത് റദ്ദ് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തും. അത് വലിയ അപകടകരമാണ്. പക്ഷേ അങ്ങനെ ഫാൾസ് അലിഗേഷൻസ് വന്നിട്ട് വെറുതെ ഒരാളുടെ എന്താ പറയുക, ഒരാളെ നശിപ്പിക്കുന്നത് ഭയങ്കര ക്രൈമാണല്ലോ. അപ്പോൾ അതിനെതിരെയും കൂടി ഈ നടപടി ഉണ്ടാവണം. അപ്പോൾ അതും ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഫാൾസ് അലിഗേഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഒരാളെ വെറുതെ വ്യക്തിഹത്യ ചെയ്യുക, അതിനെതിരെ ഭയങ്കര നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ ഈ ജെന്യൂൻ ആയിട്ടുള്ള പരാതികൾ ഇങ്ങനത്തെ ഇല്ലാത്ത പരാതികളുടെ ആധിക്യത്തിൽ ഇല്ലാതായി പോവുകയും ചെയ്യരുത്. അത് നമുക്കൊരു ആശങ്കയുണ്ട് അതിൽ. എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യമില്ലാത്ത പരാതികളുമായിട്ട് വന്ന് ഇതിൻ്റെ ഇടയിലൂടെ. അപ്പം അതൊക്കെ നമ്മളെ ആശങ്കകളാണ്. ഈ ചോദിച്ചതുപോലെ എനിക്കും അത് തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പരാതികൾ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലുതാണ്.